നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ വിശുദ്ധ ദിവസം ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരോടുകൂടെ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 2024 ഏറ്റവും ഒടുവിലത്തെ സൺഡേയിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞൊരു വർഷക്കാലം കർത്താവ് നമ്മെ അതിശയകരമായി അത്ഭുതകരമായി നടത്തി. ദൈവത്തിൻ്റെ നടത്തിപ്പുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 2024 നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ ഒരുമിച്ച് വന്ന് ദൈവവചനം കേൾക്കുകയും ആ വചനം തൻ്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങളിലേക്ക് തന്നെ നയിക്കുകയൊക്കെ ചെയ്ത കാര്യം സഹോദരി അൻസുവിനറിയാം. അവൾ നമ്മോട് കൂടെയുണ്ട്. തൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ ബലിമരണം സൃഷ്ടിച്ച ആ വൻ പരിവർത്തനം, അതായത് തന്നെ ആ രക്ഷയിലേക്ക് നയിച്ചു. തുടർന്ന് തന്നെ വിശ്വാസ സ്നാനത്തിലൂടെ കർത്താവിൻ്റെ സഭയോടും കർത്താവിനോടും ചേർന്ന് ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം 2024 ഒടുവിലത്തെ സമയത്ത് സംഭവിച്ച കാര്യമാണ്. 2023 ഏറ്റവും ഒടുവിൽ ഡിസംബർ മാസത്തിലായിരുന്നു നമ്മളുടെ ബ്രദർ സെബാസ്റ്റ്യൻ ജോസഫ്. അദ്ദേഹവും നമ്മളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കേട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അദ്ദേഹവും സ്നാനപ്പെട്ട് ഈ വിശ്വാസ വഴിയിലേക്ക് വരുവാനിടയായി. അപ്പോൾ ഈ കഴിഞ്ഞുപോയ 2024 നമ്മളുടെ പല പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും സത്യമാർഗം വെളിപ്പെട്ട് കിട്ടുകയും യഥാർത്ഥ പാതയിലൂടെ സഞ്ചരിക്കുവാൻ കർത്താവ് അവസരം കൊടുത്തു. അതിനു മുൻപ് 2023 ആരംഭത്തിലാണെന്ന് തോന്നുന്നു നമ്മുടെ ബ്രദർ ജെയിംസ്, അദ്ദേഹത്തിന് ഇങ്ങനെ വിശ്വാസ വഴിയിലേക്ക് വരുവാനുള്ളൊരു അവസരം ദൈവം ഒരുക്കി. ഇവരെല്ലാം ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ വന്ന് കേട്ടവരാണ്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ കാര്യം പറഞ്ഞത്. അതല്ലാതെ വചനം കേട്ട് വിശ്വാസ വഴി വന്ന വേറെ പലരും ഒക്കെയുണ്ട്. അവർ ഇങ്ങനെ കേട്ടു വന്നു. അതിൻ്റെ പ്രതിഫലനം എന്നോണം അവരെ ഒരു തീരുമാനത്തിലെത്തി വിശുദ്ധ വഴികൾ തിരഞ്ഞെടുത്തു. അവരുടെ ജീവിതത്തിൽ അത് ഒരു അനുഗ്രഹം എന്നുള്ള നിലയിൽ അവർക്കും പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും 2024 നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മളുടെ നടുവിൽ നമുക്ക് കാണാനിടയായി. അതുപോലെ 2023 ഏറ്റവും ഒടുവിൽ ഡിസംബർ 31 പല സഹോദരങ്ങളും അവരുടെ ചർച്ചകളിലൊക്കെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ സാക്ഷ്യങ്ങളെക്കുറിച്ചും നമ്മുടെ നടുവിൽ അവർ പറയാനിടയായിട്ടുണ്ട്. അതായത് വിശ്വാസ വഴിയിൽ നിന്ന് തണുത്തുറഞ്ഞ് പിന്മാറിപ്പോകാൻ കച്ചകെട്ടി അങ്ങനെ മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിചാരിതമായി നമ്മളിവിടെ ഒരുമിച്ച് കൂടി ധ്യാനിച്ച വിഷയങ്ങൾ അവരുടെ കാതുകളിൽ കേൾക്കാനിടയായതും അവർക്ക് ഒരു മടങ്ങി വരവിനുള്ള അവസരം ലഭിച്ചതും. അതായത് പല പ്രിയപ്പെട്ടവരും പറഞ്ഞ കാര്യമുണ്ട്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് കൊടുക്കുക എന്ന് നമ്മൾ പറയുമല്ലോ. പൗലോസ് ഗലാത്തിയിലും കൊരിന്ത്യയിലൊക്കെ ചെന്ന് ചെയ്തതുപോലെ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെല്ലാം ആദിമസഭ എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശിനെയാണ് അവർ പരിചയപ്പെടുത്തിയത്. അങ്ങനെ അനേകരെ സത്യമാർഗത്തിലേക്ക് സത്യപാതയിലേക്ക് കൊണ്ടുവരുവാനിടയായി. അപ്പോൾ അങ്ങനെ ഈ വഴിയിലേക്ക് വരുവാനിടയായി, തിരിഞ്ഞു വരുവാനിടയായി എന്ന് പലരും പറയുന്നതും കേൾക്കാൻ നമുക്കിടയായി. ഞാനിതൊക്കെ എന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്ന് ചോദിച്ചാൽ, 2024 തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ കിടന്ന് ഫിലിപ്പിനോട് പറയുന്നുണ്ട്, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് പറയുന്ന പോലെ. അതായത് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ എനിക്ക് പുകഴ്ചയ്ക്ക് അതൊരു കാരണമായി തീരുമെന്ന് പറഞ്ഞതുപോലെ ഫിലിപ്പിനോട് പറയുന്നൊരു കാര്യം എന്താ അതിനോട് ചേർന്ന്, അതായത് നിങ്ങൾ ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കണം. വക്രതയും കോട്ടവുമുള്ളൊരു തലമുറയുടെ നടുവിൽ നിങ്ങൾ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കണം. തൊട്ട് മുൻപ് എഫേസ് ലേഖനത്തിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ കൊലോസ്യ ലേഖനത്തിൽ പറയുമ്പോൾ, നിങ്ങൾ ഹൃദയപരമാർത്ഥികളും നിഷ്കളങ്കരുമായിരിക്കണം. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരായ നിങ്ങൾ ഹൃദയപരമാർത്ഥികളും നിഷ്കളങ്കരുമായിരിക്കണമെന്നാണ് അവിടെയെല്ലാം ആഹ്വാനം ചെയ്യുന്നത്. ഫിലിപ്പി ലേഖനത്തിൽ വന്നപ്പോൾ ആ കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിൽ പ്രകാശം പരത്തണം. പ്രകാശം പരത്തണമെങ്കിൽ എങ്ങനെയാണ് പ്രകാശം പരത്താൻ കഴിയുന്നത്? മിനിങ്ങാന്നൊരു സഹോദരൻ എന്നെ വിളിച്ച് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനിടയായി. അതായത് അദ്ദേഹം നമ്മളുടെ ടാബർനാക്കൽ മെസ്സേജൊക്കെ ശ്രദ്ധിക്കുന്നൊരു സഹോദരനാണ്. അതിൽ നിന്ന് ഒരു ചോദ്യമാണ് താൻ ചോദിച്ചത്. അതായത് വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന വിളക്കിനെക്കുറിച്ചും വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന മേശയെക്കുറിച്ചും ആ മേശമേലിരിക്കുന്ന അപ്പത്തെക്കുറിച്ചും നിങ്ങളിൽ ഒരാൾ പോലും ഇന്നുവരെ എന്നോട് ചോദിച്ചിട്ടില്ല ആ ചോദ്യം. ആ മേശയും മേശയിലിരിക്കുന്ന അപ്പത്തെയും കുറിച്ച് പറയുമ്പോൾ അത് യേശുക്രിസ്തുവിനെ കാണിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഏതോ ഒരു മെസ്സേജിൽ നമ്മൾ പറയുന്നുണ്ട്, അതുപോലെ മറ്റെവിടെയോ അദ്ദേഹം വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ട്, ആ അപ്പം ദൈവസഭയെയും അഥവാ നമ്മെയും കാണിക്കുന്നു എന്നുള്ളൊരു കാര്യം. അതെങ്ങനെ വിശദീകരിക്കാമെന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചു വന്നത്.
അപ്പോൾ അതിൻ്റെ വിശദീകരണമൊക്കെ ഇങ്ങനെ കൊടുത്ത് പറഞ്ഞ് വന്ന കൂട്ടത്തിൽ ഈ വിളക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ വിളക്ക് നമ്മൾ നേരത്തെ ധ്യാനിച്ച കാര്യമായതുകൊണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒന്നുകൂടെ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് കൂടെ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓർമ്മയിലിരിക്കില്ല അങ്ങനെ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഓർക്കാൻ വേണ്ടി. അത് തന്നെയല്ല, ഇടയ്ക്ക് ചില സന്തോഷങ്ങളുണ്ട് നമുക്ക്. ചില മനുഷ്യർ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുന്ന കാണുമ്പോൾ നമ്മൾ അത്ഭുതം കൂറുന്നു. കാരണം അവരത് പഠിച്ച് തികവുള്ളവരായി തിട്ടമുള്ളവരായി വരും സമയത്ത് അല്ലെങ്കിൽ വരുംകാലത്ത് ദൈവസഭയ്ക്ക് ഏറ്റവും പ്രയോജനമുള്ളവരായി തീരുവാൻ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് ഉടമകളായി തീരുവാൻ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ സഹായിക്കുകയാണ്. അപ്പോൾ പ്രകാശം പരത്തുക എന്ന് പറഞ്ഞാൽ ആദ്യപടി വിളക്കായി തീരണ്ടേ? ആദ്യപടി നമ്മൾ വിളക്കായി തീരണം. അങ്ങനെ ഒരു സ്റ്റഡി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വിളക്കായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനവധിയായ പണികളും കാര്യങ്ങളും ഒക്കെയുണ്ട്. ആ പണികളും കാര്യങ്ങൾക്കും നമ്മൾ സമർപ്പിച്ചു കൊടുക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ സമർപ്പിക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് വിളക്കായി തീരുന്നത്. അതിൻ്റെ അടുത്ത പടിയെന്നോണം നമ്മൾ ആ സമർപ്പണത്തിൽ തന്നെയാണെങ്കിലാണ് നമ്മെ ആ വിളക്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആ തിരി ഇറക്കി വെക്കുന്ന കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആ കാര്യങ്ങളുടെ വിശദീകരണത്തിലേക്ക് വരുമ്പോഴാണ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്ന നിങ്ങൾ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം എന്നുള്ള കാര്യത്തിൻ്റെ ഉത്തരം വരുന്നത്. നിങ്ങൾ അങ്ങനെ പ്രകാശിക്കണം എന്നുള്ളതിൻ്റെ ഉത്തരം അവിടെയാണ് വരുന്നത്. അപ്പോൾ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ പ്രകാശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞു വിടാൻ കഴിയില്ല. അതിൻ്റെ ഉത്തരമാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്ന് തേടുന്നത്. അതായത് പഴയ നിയമത്തിലേക്ക് ഇറങ്ങി വന്ന് തേടുന്നത്. അങ്ങനെയാണ് ഓരോ വിഷയങ്ങൾ നമ്മൾ സ്ഥാപിക്കുന്നതും ഉറപ്പിക്കുന്നതും. വചനത്തിൽ നമ്മൾ വളർന്നു വരുന്നതും അങ്ങനെയാണ്. ഇപ്പോൾ ലേഖനങ്ങളിൽ എല്ലാം എടുത്ത് പഠിക്കുന്ന പല കാര്യങ്ങളുടെയും വേര് കിടക്കുന്നത് പഴയ നിയമത്തിലാണ്. പഴയ നിയമം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു വേർ മുളച്ചെന്ന്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് ദാവീദിൻ്റെ വേരും ശുഭ്രവുമായ ഉദയനക്ഷത്രം എന്നാണ് പറയുന്നത്. അതായത് ദാവീദിൻ്റെ വേരും ശുഭ്രവുമായ ഉദയനക്ഷത്രം എന്ന് പറയുമ്പോൾ ആ വേര് തേടി നമ്മൾ പോകുന്നത് എവിടെയാണ്? ഇശായിയുടെ കുറ്റിയിലേക്കാണ് പോകുന്നത്. അതൊക്കെ അറിയണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിൽ ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ ഈ 66 പുസ്തകത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പഠനങ്ങളിലേക്കും മുന്നോട്ടും യാത്ര ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ സമ്പൂർണ്ണമായി ഇതൊക്കെ നമുക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും വളരുവാനും പറ്റുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ അല്പസമയത്തെ ഒരു ചിന്തയായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പറഞ്ഞു ഈ വർഷം അവസാനിക്കുകയാണ്, അവസാനത്തൊരു മെസ്സേജാണ്. അതുപോലെ നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചാൽ 2025 നമ്മുടെ പടിവാതിക്കൽ നിൽപ്പുണ്ട്. ഈ 2024 ഒടുവിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുകയും നമ്മൾ ആരായിരുന്നു, നമ്മൾ ഇന്നലെ എവിടെയായിരുന്നു, നമ്മൾ എത്രത്തോളം ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ മനുഷ്യരാണ്, ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ മനുഷ്യരായ നമ്മളാണ് ഇപ്പോൾ ഇരുട്ടിൽ കിടക്കുന്ന ജനത്തിന് പ്രകാശിക്കുവാനായി പ്രകാശമായി തീരണമെന്ന് പറയുന്നത് അല്ലേ? ആത്മീയമായ അന്ധതയിൽ കിടന്നതല്ലേ നമ്മൾ? ആ അന്ധതയുടെ കാഠിന്യം എത്രത്തോളമെന്ന് നമുക്കറിയാമെങ്കിൽ, അത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്, അത് എത്രത്തോളമെന്ന് നമുക്കറിയാമെങ്കിൽ, കണ്ണ് കാണാൻ മേലാത്ത ഒരാൾക്ക് കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിക്കുക രണ്ടും തമ്മിലുള്ള അന്തരം എന്താണ്? അതായത് ഇരുട്ടിൽ ഇത്രയും കാലം ജീവിച്ചല്ലോ, ഇപ്പോൾ വെളിച്ചത്തിൽ വന്നു, തമ്മിലുള്ള അന്തരം ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. അത്ര ഭയങ്കര അന്തരമാണ്, ഭയാനകമായൊരു അന്തരം എന്ന് പറയാം. ഈ രാവും പകലും തമ്മിലുള്ള അന്തരം എന്നൊക്കെ നമ്മൾ സാധാരണ പറയുമല്ലോ, അതുപോലൊരു അന്തരമാണത്. അപ്പോൾ ആ ഇരുട്ടിൽ കിടന്ന് നമ്മൾ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്നൊരു സത്യമുണ്ട്, മറ്റനേകർ ഇരുട്ടിൽ കിടപ്പുണ്ട് ഇല്ലേ? മറ്റനേകർ ഇരുട്ടിൽ കിടന്ന് കൈകാലിട്ട് അടിക്കുന്നവരുണ്ട്, ആ ഇരുട്ടിൽ ചുമ്മാ ചടഞ്ഞുകൂടി കിടക്കുന്നവരുമുണ്ട്. ഇരുട്ടെങ്കിൽ ഇരുട്ടിൽ രസിക്കുന്നവരുണ്ട്, ഇരുട്ടിൽ തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതേസമയം അതിനകത്ത് കൈകാലിട്ട് അടിക്കുന്നവരുണ്ട്, ആ ഇരുട്ടിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി, വെളിച്ചത്തിലേക്ക് വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ മുമ്പിൽ ഒരു കൈത്തിരിയായി തീരുവാൻ നമ്മുടെ ജീവിതം ബാക്കിയുണ്ടോ എന്നുള്ളതാണ്. അതെയോ നാം നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചു പോകുന്നവരാണോ? അല്ലേ? നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാ? ഈ പറയപ്പെട്ട ഇരുട്ടിൻ്റെ ലോകത്തിന് പ്രകാശം പരത്തുവാനാണല്ലോ. അത് നമ്മുടെ പ്രിയപ്പെട്ടവരാണ് പലരും, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. പക്ഷേ ആത്മീയമായി അവർ അന്ധതയിൽ തപ്പിത്തടയുകയാണ്. അങ്ങനെയെങ്കിൽ അവർക്ക് പ്രകാശം കൊടുക്കണമെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രകാശം കൊടുക്കണമെങ്കിൽ നമ്മൾ ആത്മീയമായി ഒത്തിരി പണിയപ്പെടേണ്ടതുണ്ട്.
ഒരുക്കപ്പെടേണ്ടതുണ്ട്, ആ സമർപ്പണത്തിലായിരിക്കേണ്ടതുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പം ഈ വർഷാവസാനം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മെ കർത്താവ് നടത്തി, വെളിച്ചത്തിലേക്ക് നടത്തി. പല ആംഗിളിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തി, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. അത് നമ്മുടെ ബോധ്യമാണ്, ഉത്തമമായ ബോധ്യമാണ്. ആ രാജ്യത്തിലേക്ക് വന്നത് നിമിത്തം നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്? ആ രാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത പടി നമ്മോട് പറയുന്ന ആഹ്വാനമുണ്ട് പരിശുദ്ധാത്മാവ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. അതായത് ദൈവരാജ്യത്തിലേക്ക് വന്ന നമ്മൾ ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കേണ്ടത്, അല്ലാതെ ലോകത്തിൻ്റെ ക്രമങ്ങൾക്കനുസരിച്ചല്ല. ഇവിടുത്തെ സാമാന്യജനം ഉണ്ടല്ലോ, അതായത് നമ്മളുടെ ചുറ്റുപാടുമുള്ള സാമാന്യജനം, അവർ ഈ ഭൂമി ജനിക്കുന്നു, അവർ വളർന്നു വരുന്നു, അവർ പഠിക്കുന്നു, ജോലിയെടുക്കുന്നു, അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അവർ ആക്ട് ചെയ്യുന്ന രീതികളുണ്ട്. അതെല്ലാം അങ്ങനെ തന്നെയല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആ രീതിയിലാണോ? നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആ രീതിയിലാണോ? നമ്മുടെ ചുറ്റുപാടുമുള്ള അക്രൈസ്തവരായവർ, അല്ലെങ്കിൽ നാമധേയ ക്രൈസ്തവരെന്ന് പറയുന്നവർ, നാമധേയ ക്രൈസ്തവരെന്ന് പറയുന്നത് ഞങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണെന്ന് ഒരാൾ നാൾ പറഞ്ഞു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിസ്തീയ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ഒരു നിലയിൽ ഒരു ജീവിതം നയിച്ചില്ലെങ്കിൽ അങ്ങനെയല്ലാതെ പറയാൻ പറ്റുമോ? ഇപ്പോൾ നമ്മളെ പൊതുവെ പെന്തക്കോസ്തരെന്ന് വിളിക്കും, പെന്തക്കോസ്റ്റുകാരെന്ന്. പെന്തക്കോസ്റ്റിൻ്റെ യാതൊരു അനുഭവവും മണവും ഗുണവും ഇല്ലെങ്കിൽ ആളുകൾ നമ്മെ എന്ത് വിളിക്കും? വെറും നാമധേയ പെന്തിക്കോസ്റ്റുകാരാന്ന് വിളിക്കില്ലേ? അതിൽ പരിഭവിച്ചിട്ട് കാര്യമുണ്ടോ? പുറമേയുള്ളവരെ നാമധേയ ക്രൈസ്തവരെന്ന് വിളിക്കുമ്പോൾ തന്നെ നമ്മയും ആളുകൾ ഇപ്പോൾ വിളിച്ചു തുടങ്ങി വെറും നാമധേയ പെന്തിക്കോസ്തരാണെന്ന്. പെന്തക്കോസ്റ്റിൻ്റെ ഗുണവും മണവും രുചിയും ഒന്നും നമ്മിൽ നിന്ന് വെളിപ്പെടുന്നില്ല. വെളിപ്പെടുന്നുണ്ടെങ്കിലല്ലേ ആ ഒരു നിലയിൽ നമ്മളെ ഇവനും ഒരു പെന്തക്കോസ്റ്റുകാരനാണ് എന്ന് പറയാൻ പറ്റുന്നത്. സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവായി ചിതറിപ്പോയവർ സുവിശേഷം അറിയിച്ച് സഞ്ചരിച്ച് അവർ അന്ത്യോക്യയോളം എത്തിക്കഴിഞ്ഞു. അന്ത്യോക്യയിലും ഒരു സുവിശേഷം അറിയിച്ച് അനേകർ വിശ്വാസ വഴിയിലേക്ക് വന്നു. അങ്ങനെ വിശ്വാസ വഴിയിലേക്ക് വന്നവരെയും ഈ ചെന്നവരെയും ഒക്കെ കണ്ടിട്ട് തദ്ദേശീയരായ ആൾക്കാർ പറഞ്ഞു, ഇവർ വാസ്തവമായി ക്രിസ്ത്യാനികൾ തന്നെയാണ്. ക്രിസ്തീയ അനുഭവങ്ങളാണ് ഇവരെ ഇങ്ങനെ വേറിട്ടവരാക്കി നിർത്തിയിരിക്കുന്നത്. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. തികച്ചും വ്യത്യസ്തരാണ് അവർ. അവരുടെ രീതികൾ, സംസാരങ്ങൾ, ഇടപാടുകൾ, അതിലെല്ലാം ഒരു വ്യത്യസ്തതയുണ്ട്. അവർ കാര്യങ്ങളെയെല്ലാം വീക്ഷിക്കുന്നത് ആത്മകണ്ണുകൊണ്ടാണ്. ആത്മാവിലാണ് അവർ കാര്യങ്ങളെയൊക്കെ വീക്ഷിക്കുന്നതും തീരുമാനിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് അവിടെയുള്ള സാമാന്യ ജനത്തിന് മനസ്സിലായി ഇവർ സാധാരണക്കാരല്ല, വ്യത്യസ്തരാണെന്ന് മനസ്സിലായി. അത് ആദിമ നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് പല പട്ടണങ്ങളിലും സാക്ഷ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അന്ത്യോക്യയിൽ അങ്ങനെ ഒരു സാക്ഷ്യമാണ് പറയുന്നതെങ്കിൽ തെസ്സലോനിക്കയിലേക്ക് വന്നപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞ സാക്ഷ്യം എന്താ? ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെ വന്നെന്ന്. ആത്മശക്തിയാൽ സഞ്ചരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അതുകൊണ്ടാണ് തെസ്സലോനിക്കർ പറഞ്ഞത് ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നെന്ന്. അതുപോലെ ഓരോരോ പട്ടണങ്ങളിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ആ പട്ടണങ്ങളിലൊക്കെ സഭയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. സത്യവചനത്തെ സൂക്ഷിക്കുന്നവരാണവർ, അല്ലെങ്കിൽ ശരിയായ അപ്പം, ജീവൻ്റെ അപ്പം അവരുടെ പക്കലുണ്ട്. അവരുമായി ഇടപഴകുന്നവർക്ക് അവർ സ്വാദിഷ്ടമായ ഒരു ഭോജ്യമായി മാറുകയാണ്. അവരുടെ ലൈഫ് മറ്റുള്ളവർക്ക് സ്വാദിഷ്ടമായി മാറുകയാണ്. അപ്പോൾ ആദ്യ നൂറ്റാണ്ടിലെ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് വളരെ അനുഗ്രഹമായി തീരുന്ന രീതിയിൽ, പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറുന്ന കാഴ്ചകളാണ് കാണുന്നത്. അത് ഇന്നെങ്ങനെയെന്നുള്ളതാണ് ചോദ്യം. ഒന്നാം നൂറ്റാണ്ടിലെ സഭയോടുള്ള ബന്ധത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും. ഇന്നത് അങ്ങനെയുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് പെന്തക്കോസ്ത് അനുഭവമുണ്ട്. പെന്തക്കോസ്ത് അനുഭവമുള്ളൊരു ഒരു സഭയല്ലേ ആദ്യത്തെ സഭ, അല്ലേ? മാളിക മുറിയിൽ നിന്നവർ പുറപ്പെട്ടു പോകുമ്പോൾ ആ പെന്തക്കോസ്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട്, അല്ലേ, വെളിപ്പാടുകളിലല്ലേ അവർ സഞ്ചരിക്കുന്നത്. പത്രോസിൻ്റെ ഒന്നാമത്തെ പ്രസംഗം തന്നെ വെളിപ്പാടിലല്ലേ? മുഴുവൻ വെളിപ്പാടുകളാണത്. പൗലോസിൻ്റെ സഞ്ചാരങ്ങളിലേക്ക് നോക്കുമ്പോൾ പ്രസംഗങ്ങളെല്ലാം വെളിപ്പാടിലാണ്. പൗലോസ് പിന്നത്തേത് പറയുകയാണ്, ഞാനൊരു വെളിപ്പാടനുസരിച്ച് അത്രേ സഞ്ചരിച്ചത്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകളും ബോധ്യങ്ങളുമാണ് അപ്പോസ്തലന്മാരെ ചലിപ്പിച്ചത്. പിന്നീട് കാരാഗ്രഹത്തിൽ കിടന്ന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അതാ പറയുന്നത്, വെളിപ്പാടുള്ളൊരു സമൂഹം, ദൈവകൃപയെ അനുഭവിച്ചൊരു സമൂഹം,
ആത്മശക്തിയിൽ സഞ്ചരിച്ചൊരു സമൂഹം, ഇതെല്ലാം കൂടി ഉണ്ടെങ്കിലാണ് നമ്മളെ പെന്തക്കോസ്തരെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. സത്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക്, ഈ നാമധേയ ക്രൈസ്തവരായ ആളുകൾ നമ്മളെ കളിയാക്കാറുണ്ട് പല കാര്യത്തിലും. ശരിക്കും അവർക്ക് എന്തെങ്കിലും വേദപുസ്തകത്തെക്കുറിച്ചൊരു ഗ്രാഹ്യം ഉണ്ടെങ്കിൽ നമ്മളെ ഒന്നും പെന്തക്കോസ്റ്റിന് വിളിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കണം. പെന്തക്കോസ്തരെന്ന് വിളിക്കണമെങ്കിൽ പെന്തക്കോസ്തിൻ്റെ അനുഭവം ഉണ്ടാകണം. ആ അനുഭവത്തിൽ മുൻപോട്ട് പോകണം. അതുകൊണ്ട് ഞാനൊരു വാക്ക് ഇടയിൽ പറയുകയാണ്, നമ്മൾ ആത്മശക്തിയിൽ ജീവിക്കേണ്ടവരാണ്. ആത്മശക്തിയിൽ ജീവിക്കേണ്ടവരാണ്. അത് എത്രത്തോളം എന്നുള്ളത് നമ്മൾ വീക്ഷിക്കണം. ചില കാര്യത്തിൽ നമ്മൾ ധൈര്യശാലികളായിരിക്കാം. ഇപ്പോൾ വിശ്വാസ വഴിയിലേക്ക് വന്ന് ആത്മസ്നാനം പ്രാപിച്ച് ആ ആത്മശക്തിയിൽ അങ്ങനെ ഉച്ചൈസ്ഥിരം ക്രിസ്തുവിനെ ഘോഷിക്കുന്നവരുണ്ടല്ലോ. നമ്മൾ അപ്പോസ്തലന്മാരെ കാണുമ്പോൾ അങ്ങനെയല്ലേ തുടക്കത്തിൽ കാണുന്നത്. സ്തെഫാനോസ് ആത്മാവിൽ നിറഞ്ഞവനായല്ലേ ആ പുരുഷാരത്തോട് ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചത്, അല്ലെങ്കിൽ അവരുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചത്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കാൻ പാകത്തിന് സ്തെഫാനോസ് പിന്നീട് അപ്പോസ്തലന്മാരെ എല്ലാം എടുത്ത് പഠിച്ചാൽ അവർ ധൈര്യശാലികളായിരുന്നു. അപ്പോൾ ഈ ധൈര്യശാലികളായിരിക്കുക എന്ന് പറയുന്ന കാര്യം പല അളവിൽ നമ്മിലുണ്ട്. ധൈര്യം അത് ഈ വിശ്വാസത്തിൽ വരാത്ത എല്ലാ ആളുകൾക്കും ധൈര്യമില്ലേ? പണ്ട് കാലത്ത് സായിപ്പന്മാരുടെ ധൈര്യം അത് ചില്ലറ ധൈര്യമാണോ? വിമാനമൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ചുമ്മാ ഒരു പായ്വഞ്ചിയിൽ അവർ ലോകം ചുറ്റാനായിട്ട്, അതായത് ഭയങ്കര കാറ്റും കൊടുങ്കാറ്റും അടിക്കുന്ന കടലിലൂടെ അവർ സഞ്ചരിച്ചിട്ടില്ലേ? അവർ സാഹസികരായിരുന്നു, ധൈര്യശാലികളായിരുന്നു എന്ന് പറയാം. അതിനെ അങ്ങനെ പറയാം, ധൈര്യശാലികളായിരുന്നു. ചില വില്ലന്മാരെയൊക്കെ എടുത്ത് നമ്മൾ നോക്കി, അവർ പോലീസ് അധികാരികളോടും ഭരണാധികാരികളോടും ഒക്കെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുകയും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ ധൈര്യത്തിലല്ലേ? ആ ധൈര്യവും ഇതുമായിട്ട് വ്യത്യാസമില്ലേ? അങ്ങനത്തെ ധൈര്യമാണോ ഇത്? എല്ലാ മനുഷ്യരിലും ഈ ധൈര്യം ഏറിയും കുറഞ്ഞു ഇരിക്കും. ചിലർക്ക് ഇത്തിരി ധൈര്യമൊക്കെ ഉണ്ടാവും, ചിലർക്ക് അത്ര ധൈര്യമൊന്നും ഉണ്ടാവില്ല. ആ ധൈര്യവും നമ്മൾ അപ്പോസ്തലന്മാരുമായി ബന്ധപ്പെട്ട് സഭയുടെ ആരംഭത്തിൽ അവർ ധൈര്യത്തോടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു എന്ന് നമ്മൾ പറയുമ്പോൾ ആ ധൈര്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ധൈര്യവും ഈ പറഞ്ഞ ധൈര്യവും തമ്മിൽ അന്തരമില്ലേ? രണ്ടും രണ്ടായിട്ട് പരിഗണിക്കണം. ഒന്ന് സ്വാഭാവികമായി മനുഷ്യരിലുള്ള ഒരു ധൈര്യമുണ്ട്, ഒരു ബലമുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് അങ്ങനെ വലിയ ധൈര്യമൊന്നും ഇല്ലാത്തവരിൽ ആത്മാവിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഉറപ്പും ധൈര്യവും ബോധ്യവും, അതിൽ നിന്നാണ് അവർ ക്രിസ്തുവിനെ ഘോഷിക്കുന്നത്. അത് ജഡികമല്ല, അത് യാന്ത്രികമല്ല, അത് ആത്മശക്തിയിലാണത്. അത് ആത്മാവിൻ്റെ ശക്തിയിലാണ് അത് അങ്ങനെ ഘോഷിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ പ്രസ്താവിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ സാക്ഷിയാകാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഇടയിൽ പറയാൻ വന്നത്, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം കാത്തിരുന്ന ആത്മസ്നാനം പ്രാപിക്കണം. നിങ്ങൾ ആത്മാവിൻ്റെ നദിയിൽ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങി തിരിച്ചത് എങ്ങനെയാണ്? നമ്മൾ ഏതെങ്കിലും കുളത്തിലോ പുഴയിലോ അവിടെയൊക്കെയല്ലേ സ്നാനപ്പെട്ടത്. ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയല്ലോ, സമ്പൂർണ്ണമായും നമ്മൾ ആ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ആ വെള്ളത്തിൽ നമ്മളങ്ങനെ മുങ്ങിപ്പോയ ആ അനുഭവം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. സെയിം അതുപോലെ തന്നെ ആത്മാവിൻ്റെ നദിയിൽ, ബൈബിളിലെ ഓരോ വാക്യങ്ങളും നമുക്ക് വേണ്ടിയുള്ളതാണ്. ചുമ്മാ എഴുതി വെച്ചിട്ടുള്ള ഒരു വാക്യം പോലും ഇല്ല, വെറുതെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ആത്മാവിൻ്റെ നദിയിലേക്ക് ഇറങ്ങാൻ കഴിയും. ആത്മാവിൻ്റെ നദിയിലേക്ക് ഇറങ്ങണം, അതിന് വാഞ്ചയുണ്ടാകണം. അതിന് ഉദകരിക്കട്ടെ ഇന്നത്തെ നമ്മളുടെ ഈ ഷോർട്ട് മെസ്സേജ് എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അധികമൊന്നും പറഞ്ഞില്ലെങ്കിലും, അധികം വലിയ പോയിൻറ്റ്സ് ഒന്നും വന്നില്ലെങ്കിലും, വലിയ വെളിപ്പാടുകളൊന്നും വന്നില്ലെങ്കിലും, ഞാൻ ആഗ്രഹിക്കുന്ന വലിയൊരു ആഗ്രഹമാണ്. ഞാൻ പലരെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അത് തന്നെയല്ല, പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും അല്ലാത്ത സമയത്തും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കത്തലായി ദൈവസന്നിധിയിൽ ഉയരുന്നുണ്ടത്. ദൈവസന്നിധിയിൽ കർത്താവേ, കൂട്ടു സഹോദരങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ നീ അത് പകരണമേ. ഒരു വാഗ്ദത്തമാണ്. അപ്പോസ്തലനായ പത്രോസിൻ്റെ അടുക്കൽ ഓടിക്കൂടിയ ആളുകൾ ചോദിച്ചു, രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്ന്. അത്രേ അവർ ചോദിച്ചുള്ളൂ. അതിന് മറുപടി പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ അനുതപിക്കണം, അങ്ങനെ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യണം. അടുത്തപടി നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ ഏൽക്കണം. തുടർന്ന് പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുമെന്നാണ്. അതിലെ ആദ്യപടി എന്നോണം അവർ അനുദപിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവെന്ന നിലയിൽ സ്വീകരിക്കുന്ന ആ രക്ഷയുടെ നിമിഷങ്ങൾ, അതെല്ലാം പരിശുദ്ധാത്മാവിലാണ് സംഭവിക്കുന്നത്.
അടുത്തപടി അവർ വിശ്വാസ സ്നാനത്തിനിറങ്ങിത്തിരിക്കുമ്പോൾ യേശുവിനെ കർത്താവെന്ന് അംഗീകരിക്കണം. അതും പരിശുദ്ധാത്മാവിലാണ് സംഭവിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒരു കവിഞ്ഞൊഴുക്കുണ്ട്, ഒരു ഇൻഫില്ലിംഗും ഉണ്ട്. അതിനെക്കുറിച്ച് അടുത്തത് പത്രോസ് പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ തലമുറയ്ക്കും. ആ വാക്യം ഒന്ന് വായിച്ചേ നവീനെ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം. ഞാൻ ഈ അടുത്ത ദിവസം ഒരു കാത്തലിക് സഹോദരനുമായിട്ട് ആ വിഷയം സംസാരിച്ചു. എങ്കിൽ അദ്ദേഹത്തെ ഞാൻ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനിടയായ ഒരു ഭാഗമാണത്. അദ്ദേഹം ഈ 39-ാം വാക്യവുമായിട്ട് വന്നു. അത് കാത്തലിക് ഓർത്തഡോക്സ് സമൂഹങ്ങളിൽപ്പെട്ട സഹോദരങ്ങൾ സാധാരണ ഉയർത്തിക്കൊണ്ട് വരുന്നൊരു കാര്യമാണ്. ശിശു സ്നാനത്തോടുള്ള ബന്ധത്തിൽ, ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ അവർ ഊന്നിപ്പറയും, ശിശുക്കൾക്കും ആത്മാവിനെ ലഭിക്കുമെന്നുള്ളൊരു കാര്യം. ആ വാക്യം വായിച്ചേ. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അതായത് ഈ സ്വർഗീയമായ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അവിടെ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ പല കാര്യങ്ങളും ഉണ്ട്. ഈ 39-ാം വാക്യം തനിച്ച് നിൽക്കുകയല്ല സഹോദരങ്ങളെ. ആ 39-ാം വാക്യം അടർത്തി എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ലഭിക്കും എന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ മറുപടി പറയാൻ എളുപ്പമല്ല. എന്നാൽ ആ 39-ാം വാക്യത്തിന് മുൻപ് അതിൻ്റെ ബേസ് എന്നോണം അതിൻ്റെ 37 മുതൽ 39 വരെ വായിക്കുമ്പോഴാണ് ശരിയായ ഒരു ഉത്തരം കിട്ടുന്നത്. 37-ാം വാക്യത്തിൽ എന്താ കാണുന്നത്? ഓടിക്കൂടി ആളുകൾ പത്രോസിനോട് ചോദിക്കുന്നു രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്ന്. പത്രോസ് അതിന് മറുപടി പറയുന്നത് 38-ാം വാക്യത്തിൽ. 38-ാം വാക്യത്തിൽ താൻ 2 പ്രധാന കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നാണ് പറയുന്നത്. ആ വാക്യത്തെ നമ്മൾ സൂക്ഷ്മമായി പിരിച്ച് പഠിക്കണം. എന്നുവെച്ചാൽ അത് ഡിസെക്റ്റ് ചെയ്ത് പുറത്തെടുത്ത് പഠിക്കണം. എങ്കിലല്ലാതെ അതിൻ്റെ ശരിയായ ഉത്തരം കിട്ടില്ല. ആ ഉത്തരത്തിൽ നിന്നാണ് 39-ാം വാക്യം നമ്മൾ പൂർത്തീകരിക്കുന്നതും അല്ലെങ്കിൽ ശരിയാവണ്ണം വ്യാഖ്യാനിക്കുന്നതും. അപ്പോൾ 38-ാം വാക്യത്തിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മാമോദീസ ഏൽക്കണമെന്നല്ല ആ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം. പാപങ്ങളുടെ മോചനത്തിന് എന്ത് ചെയ്യണമെന്നുള്ളതിന് കൃത്യമായ വാക്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ കാണുന്നത്, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് എന്താ ചെയ്യേണ്ടത്? മാനസാന്തരപ്പെടണം, തിരിച്ചറിയണം. താനൊരു പാപിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യപ്പെടണം. അങ്ങനെ സറണ്ടർ ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ പാപത്തിൽ നിന്നുള്ള മോചനം പ്രാപിക്കുന്നത്. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചാൽ അടുത്ത പടിയാണ് 38-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. യേശുക്രിസ്തു കൽപ്പിച്ച സ്നാനം, ആ സ്നാനം എന്ന് പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. യേശുവിൻ നാമത്തിലാണോ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണോ എന്നുള്ളതൊക്കെ ഒരു പഠന വിഷയമാണ്. ഞാൻ ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു വിടുകയാണ്. യേശുക്രിസ്തു കൽപ്പിച്ച സ്നാനം, ആ സ്നാനത്തിൻ്റെ പ്രത്യേകത എന്താ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. നോക്കണം, 38-ാം വാക്യത്തിൻ്റെ ആദ്യപടി എന്താണ്? നിങ്ങൾ മാനസാന്തരപ്പെടണം. അതിൻ്റെ വിശദീകരണം എവിടെയാണ് കണ്ടത്? 3:19. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെടണം. ഒരു വ്യക്തി മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിതാവായ ദൈവം ഒരു പാപിയെ ആകർഷിക്കുന്നു, അതായത് പുത്രൻ്റെ ക്രൂശിങ്കിലേക്ക് ആകർഷിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് പാപബോധം കൊടുക്കുന്നു. പിതാവ് ആകർഷിക്കുന്നു, പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് പാപബോധം കൊടുക്കുന്നു. അങ്ങനെ പാപബോധം കൊടുത്ത് അവൻ്റെ കണ്ണ് തുറക്കുമ്പോൾ അവൻ കാണുന്ന കാഴ്ച ക്രൂശിതനായ ക്രിസ്തുവിനെയാണ്, അഥവാ പുത്രൻ്റെ ബലിമരണമാണ് ആ വ്യക്തിക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ദൈവിക തൃത്വമാണ് ചലിക്കുന്നത്. മറ്റൊരു ഭാഷയിൽ നമ്മൾ പറയാറുണ്ടല്ലോ, അത്യുന്നതനായവൻ്റെ ശക്തി അവൻ്റെ മേൽ നിഴലിട്ടു, പരിശുദ്ധാത്മാവിനാൽ ഒരു വിശുദ്ധ പ്രജ അവൻ്റെ ഹൃദയത്തിൽ ഉരുവായി. ഈ മാനസാന്തരാനുഭവത്തിൽ സംഭവിച്ച കാര്യമാണ് ഈ പറയുന്നത്. 38-ാം വാക്യത്തിൻ്റെ ഫസ്റ്റ് ഫേസ്, അത്യുന്നതനായവൻ്റെ ശക്തി അവൻ്റെ മേൽ നിഴലിട്ടു,
പരിശുദ്ധാത്മാവിനാൽ ഒരു വിശുദ്ധ പ്രജ അവൻ്റെ ഹൃദയത്തിൽ ഉരുവായി. അത്രയും സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ ദൈവിക തൃത്വമാണ് ചലിച്ചത്. രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് എങ്ങനെയാണ്? ആർ നമുക്ക് വേണ്ടി പോകുമെന്നുള്ള ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരം, അതിൻ്റെ വിശദീകരണം നമ്മൾ കാണുകയാണ്. തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ ബത്ലഹേമിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. ഈ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്ന ഒരു അപകടമുണ്ട് കേട്ടോ. സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങൾ കൽപ്പിക്കേണ്ടതുണ്ട്. അതായത് വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ സ്ത്രീയുടെ സന്തതിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവിടെ സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രായേലിനെയാണ്. അതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെയാണ് സ്ത്രീ എന്ന് വിളിക്കുന്നത്. സ്ത്രീയുടെ സന്തതി ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവനാണ്, അല്ലേ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇസ്രായേലിൽ നിന്നല്ലേ പുറത്തേക്ക് വന്നത്. അതുകൊണ്ടല്ലേ പറയുന്നത് രക്ഷ യഹൂദന്മാരിൽ നിന്ന് വരുന്നു എന്ന്. രക്ഷ യഹൂദന്മാരിൽ നിന്ന് വരുന്നു എന്നല്ലേ നമ്മൾ വായിക്കുന്നത്, സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഞാൻ ഉപയോഗിച്ച വാക്കേതാ? സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. അങ്ങനെ ഉദ്ദേശിച്ചത്. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. ബത്ലഹേം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ബത്ലഹേം നമ്മുടെ മുമ്പിലുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അത്രയൊന്നും വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ചുരുക്കി പറയാം. അതായത് ഈ രക്ഷയിൽ ദൈവിക തൃത്വത്തിൻ്റെ ചലനം നമ്മൾ കാണുകയാണ്. പിതാവ് ആകർഷിക്കുന്നു, പരിശുദ്ധാത്മാവ് പാപബോധം കൊടുക്കുന്നു, ക്രൂശിൻ്റെ ദർശനം ആ വ്യക്തിയെ അടിമുടി രൂപാന്തരപ്പെടുത്തുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിന്ന്. അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. ആ വ്യക്തിക്ക് ബോധ്യം ഉണ്ടാകണം, എല്ലായ്പ്പോഴും ബോധ്യം ഉണ്ടാകണം. എന്താ ബോധ്യം? ഈ പറഞ്ഞ രീതിയിലാണ് തന്നെ രക്ഷയിലേക്ക് നയിച്ചത്. ഞാൻ അടുത്ത ദിവസം അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ അച്ഛൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി പറയാൻ കിടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത്, പിതൃപുത്ര പരിശുദ്ധാത്മാവാ ത്രിയേക ദൈവം ഇല്ലേന്നൊക്കെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ഇതൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. ഇതൊക്കെ വിശദീകരിച്ച് പറയണം. അപ്പം നമ്മളുടെ രക്ഷയെക്കുറിച്ചുള്ള ഉത്തമമായ ബോധ്യങ്ങളാണ് ഈ പറയുന്നത്, ആ ബോധ്യങ്ങൾ. അപ്പോൾ ഈ 39-ാം വാക്യം വിശദീകരിക്കുന്നതിന് മുമ്പ് 37, 38 കൺമുമ്പിലുണ്ട്. അവിടെ മുതൽ പറഞ്ഞു തുടങ്ങണം. അത് പറഞ്ഞു തുടങ്ങുമ്പോൾ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഈ 3000 പേരോടും പറയുകയാണ്, ഇതാണ് പാറ്റേൺ, നിങ്ങൾ മാനസാന്തരപ്പെടണം. അതിൻ്റെ വിശദീകരണമാണ് ഞാൻ ഈ പറഞ്ഞു കേൾപ്പിച്ചത്. എങ്ങനെയാണ് ആ മാനസാന്തരത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നതെന്നുള്ളത്. അപ്പോൾ ആ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ മാമോദീസ ഏൽക്കണം. തൊട്ട് ചേർന്ന് പറയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അതായത് ഈ മാനസാന്തരത്തിലേക്ക് നയിച്ചത് പരിശുദ്ധാത്മാവാണ്. അതായത് ഈ മാനസാന്തരത്തിലേക്ക് നമ്മെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. ഈ സ്നാനത്തിലേക്ക് നമ്മെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. തുടർന്നാണ് പറയുന്നത് ഒരു ഇൻഫില്ലിംഗ് ഉണ്ടെന്ന്, ഒരു കവിഞ്ഞൊഴുക്കുണ്ട്. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറയുന്നില്ലേ? ആ കാര്യമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. അതായത് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദാനം അഥവാ ആത്മസ്നാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഒരു വാഗ്ദത്തമാണ്. അത് വാഗ്ദത്തമാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. ദൈവം വിശ്വസ്തൻ. അതിനകത്തൊരു തർക്കത്തിൻ്റെ കാരണവുമില്ല, അല്ലേ? അതിലൊരു തർക്കത്തിന് കാരണമുണ്ടോ? ഒരിക്കലുമില്ല. ദൈവം വിശ്വസ്തൻ. നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: വാഞ്ചിക്കുക, ആഗ്രഹിക്കുക, പിടിച്ചു വാങ്ങുക എന്നൊക്കെ ആളുകൾ പറയും. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. പിടിച്ച് വാങ്ങുമൊന്നുമല്ല, അത് വാഗ്ദത്തം തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിൽ ആ വാഗ്ദത്തം താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കത്തലുണ്ട്. പലരും ക്ഷീണിച്ചു പോകാറുണ്ട്. കുറേ കഴിയുമ്പോൾ മടുത്തു പോകും. ചിലർ ഒരു 2 അന്യഭാഷയൊക്കെ പറഞ്ഞ് തൃപ്തിപ്പെട്ടു പോകുന്നവരുണ്ട്. 2 അന്യഭാഷയൊക്കെ പറഞ്ഞ് തൃപ്തിപ്പെട്ടു പോകുന്നവർ. അവരോട് അവരുടെ ആ ആത്മസ്നാനവുമായി ബന്ധപ്പെട്ട നിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ കാര്യങ്ങളൊന്നും അധികം പറയാനില്ല. ഏതോ ഒരു മീറ്റിങ്ങിൻ്റെ നടുവിൽ അവരൊന്ന് ശക്തിപ്പെട്ടു, അവർ കുറച്ച് അന്യഭാഷയിൽ സംസാരിച്ചു, അത്രയൊക്കെ ഉള്ളൂ പലരുടെയും കാര്യത്തിൽ. ഈ ആത്മസ്നാനം അനുഭവിച്ചവർ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ആ ആത്മസ്നാനത്തിലൂടെ കടന്നു വന്നവരാണ് ധൈര്യശാലികളായി നമ്മൾ കാണുന്നത്. അവരാണ് ദൈവരാജ്യത്തിൽ ഏറ്റവും പ്രയോജനപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ വെള്ളത്തിൽ എങ്ങനെ മുങ്ങിക്കിടന്നോ, സെയിം അതുപോലെ തന്നെ ആത്മാവിൻ്റെ നദിയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു നിമിഷമുണ്ട്. അത് എത്രയോ സമയങ്ങൾ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് മണിക്കൂറുകൾ അങ്ങനെ കിടന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭയന്ന് പോയിട്ടുണ്ടെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് മുന്നമേ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, നമുക്കറിയില്ല എന്താ ഏതാന്നൊക്കെ.
അതിനു മുമ്പ് നമ്മുടെ സ്നേഹിതരായവരൊക്കെ അന്യഭാഷ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യാനുഭവമാണ് പറയുന്നത്. മറ്റ് സഹോദരങ്ങൾ അന്യഭാഷ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതൊരു നിമിഷത്തിൽ ആത്മാവ് ശക്തിപ്പെടുത്തിയിട്ട് അങ്ങനെ നാവിലൂടെ ആ ഭാഷയൊക്കെ സംസാരിച്ചു പോവുക എന്നാണ് നമ്മുടെ അന്നത്തെ ചെറിയ ബുദ്ധിയിൽ ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, അതിലൊക്കെ അപ്പുറമായിട്ട്, ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് ക്രിസ്തീയ ജീവിതത്തിൽ എന്നെ ഏറ്റവും ഉറപ്പിച്ചു നിർത്തിയ നിമിഷങ്ങളാണത്. നമ്മൾ രക്ഷയിലേക്ക് വന്നു, ആത്മീയ സത്യങ്ങൾ അറിഞ്ഞു, ഇതാണ് സത്യവഴി എന്നൊക്കെ അറിഞ്ഞെങ്കിൽ പോലും ജീവിതത്തിൻ്റെ പരിവരുത്തിയ അനുഭവങ്ങളിൽ നമ്മൾ പലപ്പോഴും പതറിപ്പോകാൻ സാധ്യതകളുണ്ട്. അതേസമയം നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന വിഷയങ്ങളാണിതെല്ലാം. ഒരിക്കലല്ല, പലപ്പോഴും അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു അസാധാരണമായ അനുഭവങ്ങളാണ്. ഈ എസെക്കിയേലിൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്ന പോലെ അതൊക്കെ പ്രസംഗം കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ അവിടെയൊക്കെ എനിക്ക് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ടായിരുന്നതും, അതായത് ചില മണ്ടൻ ചിന്തകളൊക്കെ തലയിലുണ്ടായിരുന്നതും, വലിയ വച്ചത്തിൽ അന്യഭാഷ പറയുന്ന ആൾക്കാരാണ് എന്തോ സംഭവം എന്ന് ഞാൻ ധരിച്ചിരുന്നത്. അതൊന്നും അല്ലെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. പലപ്പോഴായിട്ട് ആ അനുഭവങ്ങളിലൂടെ പോയപ്പോൾ അസാധാരണമായ നിമിഷങ്ങളായിരുന്നു അത്. എൻ്റെ ആത്മാവിൽ ആത്മാവായ ദൈവം തൻ്റെ സ്പർശനം തരുന്ന നിമിഷങ്ങളായിരുന്നു. അല്ലേ? മണിക്കൂറുകളോളം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു അനുഭവം ചിന്തിച്ചു നോക്കിയേ. ചൂട് കാലത്തൊക്കെ ആളുകൾ വെള്ളത്തിൽ പോയി മുങ്ങിക്കിടക്കില്ലേ? അതുപോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളമൊന്നുമല്ല, അത് വാക്കുകളില്ല. അപ്പം നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന വാക്കുകളാണ് ആത്മാവിൻ്റെ നദി എന്നൊക്കെ പറയുന്നത്. അതെങ്ങനെയാണ് അത് പറഞ്ഞ് ധരിപ്പിക്കുക? അത് അനുഭവിച്ചവർക്കറിയാം. അതിന് പ്രത്യേക ഭാഷയൊന്നും എൻ്റെ കയ്യിലില്ല. ഉള്ള ഭാഷയല്ല ഞാൻ പറയുന്ന, ആത്മാവിൻ്റെ നദിയിൽ ഇറങ്ങിയ നിമിഷങ്ങൾ. അവിടെ നിന്ന് കരുത്തുറ്റൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ, പ്രതിസന്ധികളെ മറികടക്കുവാൻ പാകത്തിന്, അതായത് വരുംകാലത്ത് എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വലിയ പ്രതിസന്ധികളെ ഞാൻ നേരിടേണ്ടതുണ്ടായിരുന്നു. അതിനൊക്കെ മുമ്പ് തന്നെ എന്നെ ആത്മാവിൽ ബലപ്പെടുത്തി ഉറപ്പിച്ചു. നദിയിലൂടെ കടന്നു വന്നു. അത് കരുത്തുറ്റ അനുഭവങ്ങളായിരുന്നു. ഒരു കേട്ടുകേഴ്വിയല്ല എനിക്ക് ദൈവം എന്ന് പറയുന്നത്. എൻ്റെ ദൈവം ആത്മാവായ ദൈവമാണ്. ആ ദൈവം എൻ്റെ ആത്മാവിൽ തൻ്റെ സ്പർശനം തന്നുകൊണ്ട് എന്നെ ആശ്ലേഷിക്കുന്ന നിമിഷങ്ങളാണത്. ദൈവമില്ലെന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞോട്ടെ, അതിനെനിക്കെന്നാ കുഴപ്പം? മൂഢൻ എന്തും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ അനുഭവിച്ചവനാണ്. അതാണ് പത്രോസ് പറഞ്ഞത്, ഞങ്ങൾ അവനോടുകൂടെ തിന്നുകുടിച്ചവർ, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. ആ മഹിമയാണ് നമ്മൾ അനുഭവിക്കുന്ന അന്നേരം. ആ ആത്മസ്നാനത്തിൻ്റെ ആഴമേറിയ അനുഭവങ്ങൾ, അവിടെ ആ മഹിമ അനുഭവിക്കുകയാണ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് കുറേ വാചക കസർത്തുകളോ അല്ലെങ്കിൽ കുറേ പഠിപ്പീരുകളോ മാത്രമല്ല. ഇതിൽ ആത്മാവിനെ പാനം ചെയ്തവർ അത് അനുഭവിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഇതിനകത്ത് എക്സ്പീരിയൻസുകൾ ഒത്തിരി ഉണ്ടല്ലോ. എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തൊരു ലോകമല്ലത്, അല്ലേ? അനുഭവങ്ങളുണ്ട് ഇവിടെ. ആ അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കണം. അപ്പോൾ എന്ത് പറഞ്ഞപ്പോഴാണ് എവിടം വരെ പോയേ? എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അതായത് ഇപ്പോൾ പത്രോസിൻ്റെ മുൻപിൽ നിൽക്കുന്ന ആൾക്കാരാരാ? രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച ആൾക്കാരാ. അവരോട് അതിൻ്റെ കൃത്യമായ വഴി പറഞ്ഞു കൊടുത്തു. ഇതാണ് പാറ്റേൺ, ഇതാണ് മാതൃക. കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും, അഥവാ ഉയരത്തിലെ ശക്തി നിങ്ങൾ ധരിക്കും എന്നുള്ളതാണ് സൂചന. ഈ 1-ാം അധ്യായത്തിൽ കർത്താവ് ഇവരോട് പറഞ്ഞല്ലോ, അപ്പോസ്തലന്മാരോട്, നിങ്ങൾ പട്ടണം വിട്ട് പോകരുത്, കാത്തിരിക്കണം, ഉയരത്തിലെ ശക്തി ധരിക്കണമെന്ന്. ആ സെയിം കാര്യം തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞത്. എന്നാൽ ഉയരത്തിലെ ശക്തി നിങ്ങൾ ധരിക്കും, അതൊരു വാഗ്ദത്തമാണ്, അല്ലേ? കർത്താവിൻ്റെ വാഗ്ദത്തത്തിനല്ലേ അവരും കാത്തിരുന്നത്. അവരാ വാഗ്ദത്തം അനുഭവിച്ചു. ആ ദൈവം വിശ്വസ്തൻ. അത് ഞങ്ങൾക്ക് മാത്രമുള്ളതല്ലെന്ന്. ഈ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് മാത്രമുള്ളതല്ല, അത് നിങ്ങൾക്കും. ഇപ്പോൾ പത്രോസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന 3000 പേരോടാണ് പറയുന്നത്, നിങ്ങൾക്കും. അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല. പിന്നത്തേതിൽ നിങ്ങളുടെ മക്കൾക്കും, അവിടെ നിർത്തുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്താ കാണുന്നത്? നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു.
അപ്പോൾ ഈ മുൻപിൽ നിൽക്കുന്നവരാരാ? അവർ സമീപസ്ഥരാകട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മുൻപിൽ നിൽക്കുന്നവർ സമീപസ്ഥരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ സഹോദരങ്ങളെ? നവീനെ, അതിൻ്റെ അർത്ഥം എന്താ നവീനെ? സ്വജാതിയാണ് യഹൂദന്മാര്. അതെ. ഇപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ബാക്കി ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയാമായിരുന്നു എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. നവീനോട് ചോദിച്ചു, നവീൻ കൃത്യ ആൻസർ പറഞ്ഞു. ആ ആൻസർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ചിന്തിക്കുക. ഇല്ലായിരുന്നെങ്കിൽ അതൊരു സങ്കടകരമായ കാര്യമാണ്. കാരണം ഇത് ബേസാണ്, ഏറ്റവും അടിസ്ഥാനമാണ്. ഈ സെയിം കാര്യം എഫേസ്യ ലേഖനത്തിലില്ലേ? എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലുണ്ട്. ദൂരസ്ഥരും സമീപസ്ഥരെ കുറിച്ച് അവിടെ പറയുന്നില്ലേ? സമീപസ്ഥരാരാ? യഹൂദന്മാർ അഥവാ ഇസ്രായേലിയർ. അവർക്ക് യെരൂശലേം ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ ഏറ്റവും അടുത്ത് വരാനുള്ള അവസരമുണ്ട്. അതേസമയം ജാതികൾ വളരെ ദൂരെയാണ്, അവർ വളരെ ദൂരെ നിൽക്കുകയല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ മുൻപിൽ വന്ന് നിൽക്കുന്ന യഹൂദന്മാരായവരോട് പറയുകയാണ്, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അവിടം കൊണ്ടും തീരുന്നില്ല. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ. നമ്മുടെ ദൈവമായ കർത്താവ് ജാതികളിലേക്ക് കൈനീട്ടും, അവരെ വിളിച്ചു വരുത്തും. തൻ്റെ ദാസനായ പൗലോസിനെ ഇനി എഴുന്നേൽപ്പിക്കാൻ പോവുക. ഇവിടം കൊണ്ട് തീരുന്നില്ലെന്ന്. ഈ 2-ാം അധ്യായം കൊണ്ടൊന്നും അവസാനിക്കില്ല. ഇനി ഒരു 9-ാം അധ്യായമുണ്ട്. അവിടെ ഒരു ദമസ്കോസ് ഉണ്ട്. തർസോസുകാരനായ ശൗലിനെ ദമസ്കോസിലിട്ട് പിടിക്കാൻ പോവുക. അവനെ വിളിക്കും, ശൗലേ ശൗലേ എന്നൊരു വിളിക്കും. അവനെ വിളിച്ച് മാറ്റി നിർത്തിയതിന് ശേഷം അവനെ ലോകം മുഴുവനും അയച്ച് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം സകല ജാതികളോടും അവൻ പ്രസംഗിക്കും. അങ്ങനെ സകല ജനത്തെയും വലുവനായ ദൈവം വിളിച്ചു വരുത്തും. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും മാത്രമല്ല, സകല ജാതികളെയും വിളിച്ചു വരുത്തും. എന്നിട്ട് അവർക്കും കൂടെ ഈ വാഗ്ദത്തം ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കും. ഒരൊറ്റ സെൻറ്റൻസ് ആണെന്ന് ഓർക്കണം അല്ലേ? നോക്കട്ടെ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്ന് കഴിഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസ് ആരംഭിക്കുക. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെയാണോ നോക്കണം കേട്ടോ. എൻ്റെ ബൈബിളിൽ അങ്ങനെയാണ്. ഫുൾ സ്റ്റോപ്പ് അത് കഴിഞ്ഞിട്ടാണ്. ഒറ്റ സെൻറ്റൻസ് ആണ്. ആ സെൻറ്റൻസിൽ നിന്ന് ഒരു കാര്യം മാത്രം അടർത്തിയെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ പറയാൻ പറ്റുമോ? അതിൻ്റെ തുടക്കത്തിൽ എന്താ കാണുന്നത്? വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതുപോലെ നിങ്ങളുടെ പിള്ളേർക്കും 56 ദിവസമായ കൊച്ചിനും കിട്ടും. അതാണല്ലോ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് കിട്ടിയതുപോലെ 56-ാം ദിവസം നിങ്ങളുടെ കൊച്ചിനും കിട്ടും പരിശുദ്ധാത്മാവിനെ. അതിന് നമ്മളൊരു കുറുക്കു വഴിയും കൂടെ തേടും. എന്താ അത്? മറിയ എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പിള്ള ഉള്ളിൽ കിടന്ന് തുള്ളി എന്ന് പറയും. കണ്ടോ, അവിടെ പരിശുദ്ധാത്മാവ് എലിസബത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പല ചോദ്യങ്ങളും നമ്മുടെ ഓർത്തഡോക്സ് സഹോദരങ്ങളോടൊക്കെ ചോദിച്ചിട്ട് ഇതുവരെ ആരും മറുപടി പറഞ്ഞിട്ടില്ല. അതായത് ഈ എലിസബത്തിൻ്റെ ഉള്ളിൽ പിള്ള തുള്ളുന്നത് പോലെ ഇന്ന് വരെ ഒരു ഓർത്തഡോക്സുകാരി സഹോദരിയുടെ ഉള്ളിൽ പിള്ളകൾ തുള്ളുന്നില്ലല്ലോ. അതെന്താ അത്? നിങ്ങളുടെ പിള്ളകളൊന്നും തുള്ളാത്തത് എലിസബത്തിൻ്റെ പിള്ള മാത്രമാണോ തുള്ളുകയുള്ളൂ? നിങ്ങൾ കഥ പറയുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ പിള്ളകൾ തുള്ളുന്നില്ല. നിങ്ങളുടെ എലിസബത്തിന് മറിയിൽ നിന്നുള്ള വന്ദനവും എലിസബത്തിൽ നിന്ന് മറിയയ്ക്കുള്ള വന്ദനവും അങ്ങനത്തെ ഒന്നും നിങ്ങളുടെ എലിസബത്തുമാർക്ക് കിട്ടുന്നില്ല. അവർ സാധാരണ പോലെ പ്രസവിച്ചു പോകുന്നു, കൊടി തട്ടി അവരവരുടെ പാട്ടിന് പോകുന്നു. ഇതൊന്നും അതുമായിട്ട് കൂട്ടിമുട്ടിക്കാവുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഞാനത് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ മുമ്പിൽ നിൽക്കുന്നവരോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്കും ഇത് തന്നെയാണ് പാറ്റേൺ. ഇതിവിടം കൊണ്ട് അവസാനിക്കില്ലെന്ന്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദാനം അഥവാ വാഗ്ദത്തം ഇവിടെ കൂടിയിരിക്കുന്ന 3000 പേരിൽ പകർന്നു കഴിഞ്ഞിട്ട് കട പൂട്ടിപ്പോവല്ല. ഇതിവിടം കൊണ്ട് അവസാനിക്കില്ലെന്ന്. അത് നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന, അതായത് അതിൻ്റെ ആദ്യപടിയാണ് പറഞ്ഞത്, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. ആ സെൻറ്റൻസിലെ അടുത്ത ഭാഗം എന്ന് പറയുന്നതാണ് നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ. അപ്പോൾ ആ ദൂരസ്ഥരായ ആളുകൾ എന്ന് പറയുന്ന ജാതികളായ ആളുകൾ,
അവരൊക്കെ മാനസാന്തരപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യാതെ അവർക്കൊക്കെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുമോ? ഇതിൻ പ്രകാരം ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ ഓക്കെ, തൊട്ട് ചേർന്നുള്ള മറ്റവർക്കും അങ്ങനെ തന്നെ ലഭിക്കണമല്ലോ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാനസാന്തരപ്പെടണ്ട, സ്നാനപ്പെടണ്ട, അല്ലാതെ തന്നെ അവർക്ക് ആത്മാവിനെ ലഭിക്കുകയാണെങ്കിൽ ഈ ബാക്കിയുള്ളവർക്കും അങ്ങനെ കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കിട്ടുമെന്നാണോ ഇതിൻ്റെ അർത്ഥം? അങ്ങനെ കിട്ടുമെന്നാണോ അർത്ഥം? ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളെങ്ങനെ ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചോ, വരും കാലത്ത് നിങ്ങളുടെ മക്കളും അതുപോലെ തന്നെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം അവരുടെ മേലും പകരും. അവിടെ കൊണ്ടും തീരില്ല. കാഹളം എന്ന് ധ്വനിക്കുന്നോ അവിടം വരെ ഇതായിരിക്കും പാറ്റേൺ. വേറെ പാറ്റേൺ വല്ലതും ഉണ്ടോ? കാഹളം ധ്വനിക്കുന്നത് വരെ ഇത് തന്നെയാണ് സഹോദരങ്ങളെ പാറ്റേൺ. കേൾക്കുമ്പോൾ നിസാരമെന്ന് തോന്നും, ഇതൊക്കെ ഞങ്ങൾ എത്രയോ കേട്ടതാണെന്ന് തോന്നും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയോ കോടാനുകോടി വിശ്വാസികളാണ് ഈ വാക്യത്തിലൊക്കെ തട്ടിത്തടഞ്ഞ് കിടക്കുന്നത്. അതായത് നാമധേയ ക്രൈസ്തവ ലോകത്തുള്ള ആളുകൾ ആ വാക്യത്തിലൊക്കെ തപ്പിത്തടഞ്ഞും കിടക്കുകയാണ്. അതേസമയം അന്ധകാരത്തിൽ കിടന്ന നമുക്ക് പ്രകാശം ലഭിക്കുകയും കണ്ണ് തുറക്കപ്പെടുകയും ഈ സത്യം ഗ്രഹിക്കാനിടയാകുകയും ചെയ്തു. അതിൻ്റെ ആദ്യപടി എന്താ കണ്ടത്? നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നുള്ളതാണ്. അതിനോടനുബന്ധിച്ചൊരു വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. റോമാലേഖനം 10:9. യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതിന്റെ ശരിയായ തർജ്ജമ വായിച്ചേ എബി. കർത്താവായ യേശുവിനെ വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. തൻ്റെ മുമ്പിൽ വന്ന 3000 പേരോട് പത്രോസ് എന്താ പറഞ്ഞത്? നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന്. അതിനോടുള്ള ബന്ധത്തിലാണ് ഈ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന രീതി അനുസരിച്ച് യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയണം, എങ്കിൽ മാത്രമേ രക്ഷ സാധിപ്പിക്കുകയുള്ളൂ. അതേസമയം എൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ വായിച്ചു കേട്ടില്ലേ? കർത്താവായ യേശുവിനെ വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതായത് സുവിശേഷ കേൾവിയോടുള്ള ബന്ധത്തിലാണ് ഈ വാക്യം മുൻപിൽ നിൽക്കുന്നത്. അതിൻ്റെ തെളിവാണ് തൊട്ട് മുകളിലുള്ള 8-ാം വാക്യം. അവിടെ എന്താ കാണുന്നത്? വചനം നിനക്ക് സമീപമായി നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. വചനം നിൻ്റെ സമീപമായിരിക്കുന്നു. അപ്പം ദൈവവചനം സമീപമായി വരുന്നൊരു സമയം സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുക. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിൻ്റെ മരണം അത് നമ്മൾ വിശ്വസിക്കണം. യേശുവിൻ്റെ മരണം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. അത് വിശ്വസിച്ച് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനൊരു പാപിയാണെന്ന്. ഞാനൊരു പാപിയായതുകൊണ്ട് എനിക്ക് പകരക്കാരനായി യേശു ക്രിസ്തു ആ ശിക്ഷ ഏറ്റുവാങ്ങി. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരക്കാരനായി ക്രിസ്തു മരിച്ചു എന്ന കാര്യം ഞാൻ അംഗീകരിക്കുകയും അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആ കാര്യം ഡിക്ലെയർ ചെയ്യണം, വായി കൊണ്ട് ഏറ്റുപറയണം. അങ്ങനെ മരിച്ചവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ള എൻ്റെ വിശ്വാസം ഞാൻ ഏറ്റുപറയുകയാണ്. കർത്താവായ യേശുവിനെ പിതാവായ ദൈവം മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു. അത് ചുരുക്കെഴുത്താ, അതിൻ്റെ വിശദീകരണമാണ് പറഞ്ഞത്. എൻ്റെ പാപത്തിന് പരിഹാരമായി യേശു ക്രിസ്തു മരണം ആസ്വദിച്ചു. അവൻ മരിച്ചു. അവൻ മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതെൻ്റെ വിശ്വാസവും എൻ്റെ ബോധ്യവുമാണ്. ഞാനിന്ന് ഈ നിക്ക വിശ്വാസ പ്രമാണവുമായി കുറേ കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇരുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ കുറേ കാര്യങ്ങളാണ് ഞാൻ എബിക്ക് അയച്ചു കൊടുത്തത്. പക്ഷേ അവിടേക്ക് എത്താൻ പറ്റിയില്ല. എന്നാലും ഓടിച്ച് പറഞ്ഞങ്ങ് നിർത്താം. അതായത് എപ്പിസ്കോപ്പൽ സമൂഹങ്ങൾ അവരുടെ കുർബാനയോടുള്ള ബന്ധത്തിലും മറ്റ് കാര്യങ്ങളോടൊക്കെയുള്ള ബന്ധത്തിൽ നിക്ക വിശ്വാസ പ്രമാണം എപ്പോഴും ഇങ്ങനെ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കും. നിക്ക വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് കത്തോലിക്കരുടെയോ ഓർത്തഡോക്സുകാരുടെയോ മർത്തോമക്കാരുടെയോ അല്ലെങ്കിൽ ഇത്യാദി ഏതെങ്കിലും ഒരു കൂട്ടക്കാർ അവരാരും ഉണ്ടാക്കിയതല്ല. ക്രിസ്തീയ സഭ ഏകമായി നിലകൊണ്ട ഒരു കാലമുണ്ട് ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ നിക്കിയ വിശ്വാസ പ്രമാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. അത് ഒരു ആധികാരിക രേഖയായിട്ടും അവർ ബൈബിളിനേക്കാളും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അംഗീകരിക്കുന്ന ഒരു പ്രമാണമാണത്. ഒരു പ്രമാണമാണ് മറ്റുള്ള സമൂഹങ്ങൾ. നമ്മളെ സംബന്ധിച്ച് അതിന് വലിയ ബഹുമാനം കൊടുക്കുന്നവരാണ്. പക്ഷേ അത് ബൈബിളിന് തുല്യമെന്നോ
അല്ലെങ്കിൽ ദൈവനിശ്വാസ്യമെന്നോ തെറ്റുകൂടാത്തതെന്നോ മാറ്റമില്ലാത്തതെന്നോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ ഒത്തുകൂടിയപ്പോൾ അവരുടെ നടുവിൽ വെളിപ്പെട്ടു വന്ന ബോധ്യങ്ങളെ ലിഖിതമായി എഴുതി വെച്ചു. അത് തലമുറകളിലേക്ക് അവർ പകർന്നു കൊടുത്തു. അന്നത്തെ സാഹചര്യമാണെന്ന് ഓർക്കണം. അന്നത്തെ സാഹചര്യത്തിൽ നമ്മളുടെ വിശ്വാസ പ്രമാണങ്ങളെയെല്ലാം ക്രോഡീകരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രീം എടുത്തിട്ട് അതിൻ്റെ ഒരു രത്നച്ചുരുക്കം എടുത്തു നമ്മൾ പറയുമല്ലോ, അത് ജനത്തിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. അതായത് ഏത് കാലഘട്ടമാണെന്ന് ചിന്തിക്കണം. അച്ചടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും സുലഭമല്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവർ അതിൻ്റെ ഒരു ഷോർട്ട് ഫോം, നമ്മൾ ഈ സുവിശേഷമൊക്കെ ചുരുക്കി പറയുന്ന ഒരു രീതിയുണ്ടല്ലോ, ചില ട്രാക്റ്റുകളിലൂടെയൊക്കെ നമ്മളത് അതിൻ്റെ ഒരു ചുരുക്കെഴുത്ത് കൊടുക്കുമല്ലോ ആളുകൾക്ക്. ഇപ്പോൾ തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്നൊരു ട്രാക്റ്റ് അല്ലേ, ആ ഒരു ചെറിയ ട്രാക്റ്റിലൂടെ നമ്മൾ സംവേദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ? സുവിശേഷത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം ധരിപ്പിക്കുകയാണ് ആളുകളെ. എന്ന് പറഞ്ഞതുപോലെ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളുടെയും ഒരു ആകെ തുക അവിടെ കൊണ്ടുവരികയാണ്. പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയുകയാണ്, പുത്രനിലുള്ള വിശ്വാസം ഏറ്റുപറയുകയാണ്, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം ഏറ്റുപറയുകയാണ്, അതുപോലെ സഭയോടുള്ള ബന്ധത്തിൽ ആ വിശ്വാസം ഏറ്റുപറയുകയാണ്. അടുത്തൊരു കാര്യം, പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഭാഗികമായി അംഗീകരിക്കാൻ പറ്റും, പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ല. കാരണം പാപമോചനത്തിന് നമ്മൾ കണ്ടെത്തിയ കാര്യം എന്താ? മനസാന്തരപ്പെടണം. അതാണ് വചനത്തിലൂടെ നമ്മൾ കണ്ടെത്തിയത്. അങ്ങനെ മനസാന്തര അനുഭവത്തിലേക്ക് വന്നവൻ അതിൻ്റെ പൂർത്തീകരണം എന്നോണം അവൻ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങണം. അത് ഉറപ്പാണ്. അതിനോട് ചേർത്ത് പറയുന്ന കാര്യം എന്താ? സ്നാനം ഒന്നേ ഉള്ളൂ, 2 സ്നാനമില്ല ഒരാളുടെ ജീവിതത്തിൽ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ സ്നാനമുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഈ പറയപ്പെട്ട സ്നാനം ഒന്നേ ഉള്ളൂ, അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ പാപമോചനത്തിന് സ്നാനം എന്നുള്ളതല്ല നമ്മൾ പഠിക്കുന്നതും ബോധ്യപ്പെടുന്നതുമായ കാര്യം. അതിന് നമ്മൾ സുവിശേഷം കേട്ട സുവിശേഷപ്രകാരം ദൈവസന്നിധിയിൽ അനുദപിച്ച് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിമിഷങ്ങളുണ്ട്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. അടുത്ത പടിയാണ് നമ്മൾ രക്ഷിച്ചവരോട് ചേരുവാൻ സ്നാനപ്പെടുന്നത്. അവിടെ നമുക്ക് വിശദീകരണമുണ്ട്, നമ്മൾ അതിനെയൊന്നും പാടെ തള്ളുകയല്ല. അതാ പറഞ്ഞത്, അതൊന്നും ദൈവവിശ്വാസ്യമാണെന്ന് നമ്മൾ പറയുന്നില്ല. സമ്പൂർണമായ എല്ലാത്തിൻ്റെയും അവസാന വാക്കെന്നുള്ള നിലയിൽ അങ്ങനെയല്ല എടുക്കുന്നത്. നല്ല നിലയിൽ ആ കാര്യങ്ങളെ നമ്മൾ എടുക്കും. പിന്നെ എന്തുകൊണ്ടാണത് എല്ലാ ഒക്കേഷനിലും ഏറ്റു ചൊല്ലാത്തതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഓരോ ആഴ്ചയിലെയും കൂടിവരവുകളിൽ പല കൂടിവരവുകളുണ്ടല്ലോ. ഈ കൂടിവരവുകളിലെല്ലാം പല നിലകളിൽ വിശ്വാസം നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്, പല നിലകളിൽ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രസംഗങ്ങളിലും പ്രാർത്ഥനയിലും ഒക്കെ പല നിലകളിൽ നമ്മൾ നമ്മുടെ വിശ്വാസം ഏറ്റുപറയുകയാണ്. പല നിലകളിലും അല്ലേ, പല നിലകളിൽ നമ്മൾ വിശ്വാസം ഏറ്റുപറയുന്നുണ്ട്. പിന്നെ അച്ചടിച്ചു വെച്ചത് അങ്ങനെ തന്നെ കാണാപ്പാടം പറഞ്ഞ് അങ്ങനെ വിശ്വാസം ഉറപ്പിക്കുന്ന ഒരു രീതിയല്ല. ഞാൻ അതിനെക്കുറിച്ചൊരു പുരോഹിതനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ബോധ്യമാണ് ഞാനീ പറയുന്നത്. അതായത് ഈ എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിലെല്ലാം അത് ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ കുർബാനയിലൊക്കെ പാട്ടുകളുണ്ടല്ലോ, ആ പാട്ടുകളുടെ ഭാഗമായി ഇങ്ങനെ ഈണത്തിൽ ചൊല്ലിപ്പോകുന്ന പോലെ ഇങ്ങനെ ചൊല്ലിപ്പോകുന്നേ ഉള്ളൂ. സർവശക്തിയുള്ള ദൈവമായി എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് തുടങ്ങുന്നു. അതൊരു ഓളമാണ്, ആ ഓളത്തിൽ അടിച്ചു വിട്ടവണ്ണം അങ്ങ് പോകും. ഈ പറയുന്നവർ അതൊന്നും ചിന്തിച്ചിട്ടല്ല പറയുന്നത്, അതിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓരോ ആഴ്ചയിലും മണിക്കൂറുകളെടുത്ത് പ്രസംഗങ്ങളിലൂടെ ദൈവത്തിൻ്റെ ദാസന്മാർ നമ്മളെ ധരിപ്പിക്കുന്നത്. ക്രിസ്തുവിങ്കലുള്ള അചഞ്ചലമായ വിശ്വാസം, പിതാവ് നമ്മെ ആകർഷിച്ച വിധങ്ങൾ, പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം തന്ന കാര്യം, അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കേണ്ട വിധങ്ങൾ, ഇങ്ങനെ അനവധി കാര്യങ്ങൾ നമ്മൾ ഓരോ ആഴ്ചയിലും പറഞ്ഞുകൊണ്ടിരിക്കുക. ഏതേതെല്ലാം മീറ്റിങ്ങുകളിൽ ഏതേതെല്ലാം സമയങ്ങളിലാണ് ഈ വിശ്വാസ പ്രമാണങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിശ്ചയമായും അതെല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല നിലകളിൽ. പക്ഷെ ഈ ഏറ്റുപറയുന്നു എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഈ ബോധ്യത്തിലല്ല അവർ ഏറ്റുപറയുന്നത്. ഈ നിക്കിയ വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ച് കൈ തന്നതാരാ? അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയാൽ അഭിഷേകത്തിൽ നിൽക്കുന്ന ആളുകളാണ് അന്നത്തെ കാലത്ത് അത് ചെയ്തത്. ഇന്നത് പറയുന്നവനോ? ഇന്ന് ഈ വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലിയിട്ട് അവൻ നേരെ പോകുന്നത് പട്ടഷാപ്പിലേക്കാണ്. ഈ വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലിയിട്ട് എൻ്റെ വീടിൻ്റെ പരിസരത്ത്, അതായത് ഒരു 5-6 വീട് അപ്പുറമുള്ള ഒരു വീട്ടിൽ ഇന്നേക്കൊരു 40 വർഷം പിറകിൽ ഒരു സിറിയൻ ഓർത്തഡോക്സ് ഭവനം, അതായത് ഒരു ജാക്കബൈറ്റ് ഭവനം,
അതായത് ഒരു യാക്കോബായ ഭവനം, അവിടുത്തെ അച്ചായൻ, പ്രായമുള്ള മനുഷ്യൻ, അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് നല്ല മദ്യപാനിയായിരുന്നു. അത് നിരന്തരം മദ്യപിക്കും. മക്കളൊക്കെ നല്ല ഉയർന്ന സ്ഥാനങ്ങളിൽ വലിയ ധനാഢ്യരുമായവരാണ്. അപ്പോൾ ഇദ്ദേഹം മരിക്കാൻ സമയത്ത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അറിവിലെ ഒരേ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അതിന് മുൻപും പിൻപും എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം ഒരുമിച്ച് കൂടി അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം സ്ഥിരം കുടിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡുണ്ട്. ആ ബ്രാൻഡാണ് വായിൽ ഒഴിച്ചു കൊടുത്തത്. അത് ഒഴിച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിട്ടത്. അത് ഒഴിച്ചൊക്കെ കൊടുത്ത് കുറേ സമയം കഴിഞ്ഞിട്ട് ആ സെയിം ഡേയിൽ മണിക്കൂറുകൾക്കുള്ളിൽ 1-2 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുക. ആ മരണം സംഭവിക്കുന്നതിന് മുമ്പ് ഈ ഒഴിച്ചു കൊടുത്ത മക്കളെല്ലാം അവർ ധനാഢ്യരായ ആളുകളായതുകൊണ്ട് സ്ഥലത്തെ കപ്പ്യാരും സ്ഥലത്തെ പട്ടക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പച്ചന് നേരത്തെ പട്ടയല്ല കേട്ടോ, അപ്പച്ചന് നേരത്തെ ഇത് ഒഴിച്ചു കൊടുത്തതാണ്. അത് കഴിഞ്ഞ് പട്ടക്കാരൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഈ വിശ്വാസ പ്രമാണം അവിടെ ചൊല്ലി. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു 40 വർഷം പുറകിലത്തെ കാര്യം ഞാനീ പറയുന്നത്. നമുക്ക് എന്ത് പ്രമാണം, നമുക്ക് അന്നൊന്നും വലിയ ഗ്രാഹ്യമില്ല ഇതെന്താ അവിടെ നടക്കുന്നത് എന്നുള്ളത്. എന്തായാലും നമുക്കൊരു കാര്യം മനസ്സിലായി, അപ്പച്ചൻ്റെ ഇഷ്ടങ്ങൾ മക്കൾ സാധിപ്പിച്ചു കൊടുക്കുന്നു. അതേസമയം പള്ളി സംബന്ധമായ കാര്യങ്ങൾ അതിൻ്റെ നിവൃത്തീകരണത്തിന് അച്ഛൻ വന്നിരിക്കുന്നു. അച്ഛൻ പറയാനുള്ളത് പറഞ്ഞു, ഇവരെല്ലാം കൂടെ ചൊല്ലി, നമ്മളൊക്കെ കണ്ടു നിന്നു, അത്ര തന്നെ. അപ്പം ഇതെല്ലാം യാന്ത്രികമാ സഹോദരങ്ങളെ, ഇത് വെറും യാന്ത്രികമാണ്. എന്നാൽ നമ്മൾ എന്താ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നത്? ഇപ്പം പത്രോസ് തൻ്റെ മുമ്പിൽ വന്ന 3000 പേരോട് പറഞ്ഞതും ഒടുക്കം ഞാൻ റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിച്ചതും അതെല്ലാം നമ്മുടെ ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങൾ 24/7 എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ നഷ്ടപ്പെട്ട പാപികളായിരുന്നു. നമ്മളുടെ കൂടിവരവിൽ അങ്ങനത്തെ പാട്ടുകൾ പാടുന്നില്ലേ? ദൈവവചനം അങ്ങനെ ഘോഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകില്ലേ? സാധ്യതയില്ലായിരുന്നു. ഇസ്രായേൽ പൗരതയോട് ഒരു ബന്ധമില്ലായിരുന്നു. നാം ദോഷികളും അഭക്തരുമായിരുന്നു. അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്ന് കൂടെ ശുശ്രൂഷകർ നമ്മളെ ഓർമ്മിപ്പിക്കും. പരിശുദ്ധാത്മാവ് ആ സമയത്ത് നമ്മെ ഒന്നുകൂടെ തട്ടി ഉണർത്തും, അങ്ങനെ തന്നെ ആയിരുന്നു എന്ന്. എന്നാൽ ഇന്ന് കൃപയാലുള്ള രക്ഷ പ്രാപിച്ചിരിക്കുകയാണ്. കൃപയാലുള്ള രക്ഷ അത് അനുഭവിച്ച് മുൻപോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മെ നവീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. നിത്യ വിശ്വാസ പ്രമാണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുട്ടിനിടയ്ക്ക് പീര എന്നോണം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുണർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ലൈവായ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്, ഓർമ്മിപ്പിച്ചുണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ആത്മസാന്നിധ്യവും ആത്മാവിൻ്റെ നടത്തിപ്പും വിട്ടുപോകുന്നത് നാം ജഡത്തിലേക്ക് പോകുമ്പോഴാണ്, ജഡത്തിലേക്ക് മറിയുമ്പോഴാണ്. ജഡത്തിലേക്ക് മറിയാതിരിക്കാൻ വേണ്ടിയാണ് കർക്കശ്യമായി നമ്മൾ പ്രസംഗിക്കുന്നത്, ജഡത്തിലേക്ക് മറിയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം, കൂട്ടു സഹോദരങ്ങളെല്ലാം ആ ആത്മാവിൻ്റെ നിറവിൽ വരണം, ആത്മസ്നാനം പ്രാപിക്കണം. കരുത്തുറ്റ വിശ്വാസികളായി നമ്മൾ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരായി, ധൈര്യത്തോടെ സാക്ഷ്യം വഹിക്കുന്നവരായി മാറേണ്ടതുണ്ട്. എന്തെങ്കിലും തപ്പിത്തടഞ്ഞ് പറഞ്ഞാൽ പോരാ, ധൈര്യത്തോടെ സാക്ഷ്യം വഹിക്കേണ്ടവരായി മാറേണ്ടതുണ്ട്. യെരുശലേമിലുള്ള ആളുകൾ പറഞ്ഞതുപോലെ ഇവർ പത്രോസിനോടും യോഹന്നാനോടും കൂടെയൊക്കെയുള്ള മുഖവന്മാരല്ലേ, ചുമ്മാ സാധാരണക്കാരല്ലേ? വെറും സാധാരണക്കാരായ ഇവരുടെ ഈ ധൈര്യവും ഇതുമൊക്കെ അത്ഭുതം തന്നെയെന്ന് അവർ പറഞ്ഞതുപോലെ നമ്മളെയും നമ്മുടെ സഹോദരങ്ങളെയും കുറിച്ച് പറവാൻ കർത്താവ് അനുവദിച്ചാൽ 2025 സാധിക്കട്ടെ. ആടുകൾ പ്രസവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 2024 ഏറ്റവും ഒടുവിലത്തെ സന്ദേശത്തിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ആടുകൾ പ്രസവിക്കണമെന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എത്ര ആടുകൾ പ്രസവിച്ച ആടുകളുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഇവിടെ ഇരിക്കുന്ന ആടുകളിൽ എത്ര ആടുകൾ പ്രസവിച്ച ആടുകളുണ്ട്? ഇപ്പം നിങ്ങൾ പ്രസവിച്ച ആടുകൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ LC ആൻറ്റിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അവരെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന ആടുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന എത്ര ആടുകൾ പ്രസവിച്ച ആടുകളുണ്ട്? നിങ്ങൾ എത്ര പേരെ ജനിപ്പിച്ചു? പൗലോസ് പറയുന്ന പോലെ, ഞാനല്ലോ സുവിശേഷ നിമിത്തം കൊരിന്ത്യരെ നിങ്ങളെ ജനിപ്പിച്ചതെന്ന്. അതുപോലെ പൗലോസ് ജനിപ്പിച്ച നിജപുത്രനാണ് തിമോത്തിയോസ്, തീത്തോസ്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ വന്നിട്ട് എത്ര കാലമായി നമ്മൾ ചിന്തിക്കുക. ഇപ്പം ചിലർ ചിന്തിക്കുകയായിരിക്കും, ഞാൻ വന്നിട്ട് 1 വർഷമായുള്ളൂ എന്ന്. അവിടെ ഒന്നും ഒരു എക്സ്ക്യൂസ് ഇല്ല. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിലെ ആദ്യത്തെ വർഷത്തിൽ തന്നെ
എൻ്റെ സ്ഥാപനത്തിലെ എൻ്റെ ഒരു എംപ്ലോയി ആയ സ്നേഹിതനെ അവനെ വിശ്വാസ വഴിയിലേക്ക് നയിക്കാൻ അത് നമ്മുടെ മിടുക്കൊന്നുമല്ല, അത് നമുക്ക് സാധിച്ചു. അത് സുവിശേഷം പറഞ്ഞല്ല, അതിനു മുൻപുള്ള എൻ്റെ ജീവിതം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ആ സഹോദരൻ. കാരണം അതിനു മുമ്പ് കുറേ വർഷങ്ങൾ എന്നോട് കൂടെ ഉള്ളയാളാണ്. ആ വ്യക്തി ഞാൻ മാനസാന്തര അനുഭവത്തിലേക്ക് വന്നതിന് ശേഷമുള്ള എൻ്റെ ജീവിതവും സുവിശേഷം എന്നിൽ വരുത്തിയ മാറ്റവും അതിൻ്റെ സത്യങ്ങളും ഒക്കെ രണ്ട് രീതിയിലാണ്. ആ ജീവിതാനുഭവങ്ങൾ അവൻ കാണുന്നുണ്ട്, അപ്പോൾ തന്നെ വചന സത്യങ്ങൾ വെളിപ്പെട്ടും കിട്ടുകയാണ്. ഞങ്ങൾ നിരന്തരം വചനം സംസാരിക്കുമായിരുന്നു, അറിയാവുന്ന രീതിയിൽ, വലിയ അറിവൊന്നുമില്ലേ പോലും ഉള്ള രീതിയിൽ ഇതാണ് സത്യമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ആദ്യ വർഷം തന്നെ സിറിയൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരുവനെ സിയോനിലേക്കുള്ള യാത്രക്കാരനാക്കാൻ പറ്റി. അപ്പോൾ വർഷങ്ങളുടെ കഥ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആഗ്രഹം വേണം, ഉത്സാഹം വേണം, വചനനിശ്ചയം വേണം, ആത്മനിറവ് വേണം, ഇതെല്ലാം വേണം. ഇതെല്ലാമായിട്ട് എന്തുവാകട്ടെ ആ ഉള്ള അവസ്ഥയിൽ ആ ആഗ്രഹത്തിലൂടെ മുൻപോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുക. പ്രസവിക്കാത്ത ആടുകളെ നമ്മൾ എന്തെന്നാ പരിഗണിക്കാൻ കഴിയുന്നത്? കാലങ്ങളായി പ്രസവിക്കുന്നില്ല ആടുകൾ. അത് ഉടയവന് വലിയ വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആകരുത്. 2025 നമുക്കൊരു കൊയ്ത്തിൻ്റെ വർഷമായി മാറട്ടെ. 2025 ഒരു കൊയ്ത്തിൻ്റെ വർഷമായി മാറട്ടെ. ചില ജീവിതങ്ങൾ കൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നാം ഒരു കാരണമായി തീരട്ടെ. കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ പഠനം പോലെ നാം സഞ്ചരിക്കുന്ന കൂടാരങ്ങളാണ്. ആ കൂടാരത്തിൽ ബലിപീഠമുണ്ട്, യാഗപീഠമുണ്ട്. അഥവാ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ വഹിക്കുന്നവരാണ്, ചുമക്കുന്നവരാണ്. ആ ക്രൂശിൻ്റെ സൗരഭ്യം പരക്കട്ടെ, ആ ക്രൂശിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെങ്കിലും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ്. അപ്പോൾ ക്രൂശിൻ്റെ വചനം ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ നിശ്ചയമായും ദൈവശക്തി നമ്മിൽ നിന്ന് പുറപ്പെടും. അങ്ങനെ 2025 കർത്താവ് അനുവദിച്ചാൽ അത് ഒരു കൊയ്ത്തിൻ്റെ വർഷമായി തീരണം. മറ്റനേകർക്ക് നമ്മളൊരു അനുഗ്രഹമായി തീരുവാൻ ഇടയാകണം. അതിനായി സർവശക്തൻ നിങ്ങളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.